ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി നമ്മൾ കാർഡ് ഷഫിൾ ചെയ്യാൻ പോവുകയാണ്. അതിനു മുന്നേ ഒരു കാര്യം പറയാനുള്ളത്, ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളിപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വെൽഡേ വരുന്ന റീഡിംഗ് ആണ്. 2026 അല്ലേ, പുതിയൊരു വർഷമാണ്, പുതിയ ദിനങ്ങളാണ് വരാൻ പോകുന്നത്. ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ട്, ആഗ്രഹത്തോടു കൂടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. നിങ്ങളുടെ ആഗ്രഹം എന്ത് തന്നെ ആയാലും നമുക്ക് പ്രപഞ്ചശക്തിയോട് ചോദിക്കാം. പ്രപഞ്ചശക്തി നമുക്ക് ശരിയായത് കാണിച്ചു തരും. പോസിറ്റീവായിട്ട് തിങ്കിങ് മാത്രമാണ് ഇവിടെ ആവശ്യം. ഇവിടെ നെഗറ്റീവ് എനർജിക്ക് ഒരു സ്ഥാനവുമില്ല. കാർഡ് ഷഫിൾ ചെയ്യാൻ പോവാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഒത്തിരി പേർക്ക് നിങ്ങളുടെ പേഴ്സൺ കോണ്ടാക്ട് ചെയ്തതായിട്ട് മെസ്സേജ് വന്നു. പേഴ്സണലായിട്ട് ഒത്തിരി പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ട്, കണ്ടു, സംസാരിച്ചു, ഒരുപാട് താങ്ക്സ് ഒക്കെ പറഞ്ഞു എന്നോട്. എൻ്റെ ഒരു ശക്തിയല്ല, നിങ്ങളുടെ പ്രാർത്ഥന തന്നെയാണ് നിങ്ങളുടെ പേഴ്സണെ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത്. നമ്മൾ ഒരു ഗൈഡ് എന്ന രീതിയിൽ മാത്രമാണ് നിങ്ങളോട് ഒരു കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. നിങ്ങളതിനനുസരിച്ച് പ്രാർത്ഥിച്ചു, നിങ്ങളിലേക്ക് കാര്യം സാധിച്ചു, അത്രയേ ഉള്ളൂ കേട്ടോ. നമുക്ക് ഓരോ കാർഡ്സ് എടുക്കാം, നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കാം. ഈ റീഡിങ് അറിയാലോ, ജനറൽ റീഡിംഗ് ആണ്. ആദ്യത്തെ കാർഡ് മൂണാണ്. നാളെയാണ് നമ്മുടെ ഫുൾ മൂൺ വരുന്നത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. സെക്കൻഡ് കാർഡ് 8 ഓഫ് പെൻഡക്കിൾ. ഇവിടെ 5 ഓഫ് സോർട്സ് കാർഡ് റിവേഴ്സ് ആണ്. Three of Wands. 10 ഓഫ് പെൻഡക്കിൾ റിവേഴ്സ് ആണ്. Seven ഓഫ് പെൻഡക്കിൾ. ജഡ്ജ്മെന്റ്. 7 കാർഡ് നമ്മളെടുത്തു. ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് 2 കാർഡ് കൂടി എടുക്കുകയാണ്. ഓക്കെ, 2 കാർഡ് ഒരുമിച്ച് വന്നിട്ടുണ്ട്. ലവേഴ്സ് കാർഡ്, 7 ഓഫ് വാൻഡ്സ്. ആദ്യത്തെ കാർഡ് മൂണാണ്. എന്താണ് മൂൺ കാർഡ് പറയുന്നതെന്ന് നോക്കാം. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നിങ്ങളുടെ യൂണിവേഴ്സ് നിങ്ങൾക്കായിട്ട് തരുന്ന മെസ്സേജാണ്, നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിലൂടെ പോകുന്ന എനർജിയാണ് നമുക്ക് കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത്. നാളെ ഫുൾ മൂൺ ആയതുകൊണ്ട് എന്തുകൊണ്ടും നമുക്ക് അനുയോജ്യമായിട്ടുള്ള കാർഡ് തന്നെയാണ് മൂൺ കാർഡ്. ഓക്കെ, ഇവിടെ നിങ്ങളുടെ പേഴ്സണും നിങ്ങളും മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യത്തിന് വേണ്ടി തന്നെ നിങ്ങളുടെ പേഴ്സണും ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. അവർ വിശ്വസിക്കുന്ന ദൈവം, പ്രപഞ്ചശക്തി ഏതാണോ അതിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് എന്നാണ് കാണിക്കുന്നത്. ഒരു ഇല്യൂഷനിലൂടെയായിരുന്നു അവരുടെ ജീവിതം ഇതുവരെയും പോയിരുന്നത്. എന്നാൽ ഇന്ന് അവരുടെ ചിന്തകൾക്ക് മാറ്റം വന്നിട്ടുണ്ട്. ഇന്ന് അവർ അവരെ തന്നെയാണ് ട്രസ്റ്റ് ചെയ്യുന്നത്. മറഞ്ഞിരിക്കുന്ന സത്യങ്ങളെയും ഈ കാർഡ് പറയുന്നുണ്ട്. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് കുറച്ച് പേർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. എന്നാൽ കുറച്ച് പേർക്ക് ഈ ബന്ധത്തെക്കുറിച്ച് അറിയില്ല. പിന്നെ വെച്ചുകഴിഞ്ഞാൽ ഇവിടെ ഒരു സത്യം ഈ ബന്ധത്തെക്കുറിച്ചിട്ട് അവർ മറച്ചു വെക്കുന്നുണ്ട്. അതവരുടെ മനസ്സിലൊരു ഭയത്തെയാണ് കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് അവർ മറച്ചു വെക്കുന്നത്? ഇന്ന് അവർ അവരുടെ മൈൻഡിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ വരുമ്പോൾ, നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ അവർ നിങ്ങളിലേക്ക് വരുവാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുന്നു. ആദ്യമൊക്കെ മറ്റുള്ളവരുടെ എനർജി മൂലം നിങ്ങളെ ട്രസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടായിരുന്നു. നിങ്ങളെക്കുറിച്ച് മോശമായിട്ടുള്ള എന്തെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവാം. അതായിരിക്കാം നിങ്ങളെ ട്രസ്റ്റ് ചെയ്യാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവുക. എന്നാൽ നിങ്ങളിലേക്ക് കാണുമ്പോൾ, നിങ്ങളെ മനസ്സിലാക്കുമ്പോൾ, നിങ്ങളും അവരും തമ്മിലുള്ള ഈ ഒരു സെപ്പറേഷൻ എന്തുകൊണ്ട് വന്നു എന്നുള്ള തിരിച്ചറിവ് അവരിൽ വരുമ്പോൾ അവർ നിങ്ങളെ അത്രയേറെ മിസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അവരുടെ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണെന്ന് യൂണിവേഴ്സ് പറയുന്നു. ഇന്ന്
നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നൊരു കാര്യവും അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നൊരു കാര്യവും ഒന്ന് തന്നെയാണ് നിങ്ങളുടെ ഫ്യൂച്ചർ. നിങ്ങളെ കാണുവാനും സംസാരിക്കുവാനും അവർ ആഗ്രഹിക്കുന്നതായിട്ട് ഇവിടെ പറയുന്നു. അവരുടെ സ്വപ്നം എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. ഇന്ന് അവരെ തന്നെ വിശ്വസിച്ചുകൊണ്ട്, യൂണിവേഴ്സിൽ വിശ്വസിച്ചുകൊണ്ട്, യൂണിവേഴ്സ് കാണിച്ചു തരുന്ന വഴിയിലൂടെ അവർ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അത് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. യൂണിവേഴ്സിൽ വിശ്വസിച്ചുകൊണ്ട് അവർ മുന്നോട്ടെന്ന് പറഞ്ഞാൽ നിങ്ങളിലേക്ക് തന്നെയാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങളെ അവർക്ക് മിസ് ചെയ്യുന്നുണ്ട്. അവരുടെ സ്വപ്നം നിങ്ങൾ തന്നെയാണ്. 8 ഓഫ് പെൻഡക്കിൾ നിങ്ങളുടെ എനർജിയാണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവറുടെ എനർജിയാണ്. നിങ്ങൾ ഒരുപാട് കഴിവുള്ളൊരു വ്യക്തിയാണെന്ന് പറയുന്നു. മാസ്റ്ററിംഗ് സ്കിൽ ആൻഡ് എക്സ്പേർട്ട് എന്നാണ് കാർഡ് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ മെത്തോളജിക്കൽ പ്രോഗ്രസ് ആണ് ഈ ഒരു സമയം നോക്കി കാണുന്നത്. 2026 എന്ന വർഷം നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ കൊണ്ടുവരാനായിട്ട് ഉള്ള വർഷമാണ്. നിങ്ങൾ അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നുണ്ട്. ക്ഷമയോട് കൂടിയിട്ടും വളരെ ആത്മാർത്ഥമായിട്ടുമാണ് നിങ്ങളുടെ സോൾ പർപ്പസ് കാണുന്നത് എന്ന് യൂണിവേഴ്സ് പറയുന്നു. ഇവിടെ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു, അതായത് സെൽഫ് ലവ് ചെയ്യുന്നു, നിങ്ങളുടെ കാര്യങ്ങൾ മുന്നോട്ട് നോക്കുന്നു എന്നാണ് ആദ്യത്തെ നിങ്ങളുടെ എനർജി ആയിട്ട് പറയുന്നത്. ഇവിടെ നിങ്ങളുടെ പ്രോഗ്രസ് എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യൽ ആയിട്ടുള്ള സ്റ്റെബിലിറ്റി തന്നെയാണ് നിങ്ങൾ നോക്കുന്നത്. ഹാർഡ് വർക്ക് ചെയ്യുന്ന നിങ്ങളുടെ എനർജിയാണ് ഇവിടെ കാർഡ്സ് പറയുന്നത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളിലേക്ക് പെൻഡക്കിൾസ് ഇങ്ങനെ ധാരാളമായിട്ട് വരും. ഈ ഒരു വർഷം എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് നേട്ടം തന്നെയാണ് കാണിക്കുന്നത്. ഇവിടെ കണ്ടോ, 5 ഓഫ് സോർട്സ് റിവേഴ്സ് ആണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണ് ഈ ഒരു നിമിഷം എന്ത് ചെയ്യുമ്പോഴും ഒരു മിസ്സിങ് എനർജി ഫീൽ ചെയ്യുകയാണ്. അവർക്ക് അവരുടെ ശ്രദ്ധ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നില്ല. അവരുടെ പ്രവൃത്തിയിൽ അവർക്ക് ശ്രദ്ധ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. വിൻ ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് അവരിൽ നേരിടുകയാണ്. കാരണം നിങ്ങൾ അവരുടെ കൂടെ ഇല്ല എന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഇടയ്ക്ക് അവർക്ക് മെസ്സേജ് ചെയ്യും, കോൾ ചെയ്യും, അവരെ കാണുവാനും സംസാരിക്കാനും താല്പര്യമുണ്ടെന്ന് അവരെ അറിയിക്കും. എന്നാൽ 2026 എന്ന് പറയുന്ന ഈ ഒരു വർഷം തുടക്കത്തിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ പ്രോഗ്രസ് ആണ് മുന്നിൽ കാണുന്നത്. നിങ്ങൾ താൽക്കാലികമായിട്ട് അവരിൽ നിന്ന് മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിലേക്ക് സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രോഗ്രസ്. നിങ്ങളുടെ പേഴ്സണ് സംഭവിക്കുന്നത് പറഞ്ഞാൽ അവർക്ക് എല്ലാത്തിലും ഡിലേ ആണ് കാണിക്കുന്നത്. ഒരു നെഗറ്റീവ് ഫീൽ ചെയ്യുകയാണ്. അവർക്ക് സമാധാനമായിട്ട് ഒരു ദിവസം പോലും ഉറങ്ങാനായിട്ട് സാധിക്കാത്ത ഒരവസ്ഥയിലൂടെ അവർ പോവുകയാണ്. ഒരുപാട് ലെസൺസ് പഠിച്ചിട്ടുള്ള നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങളുടെ വേദനയുടെ ഒരു അംശം അവരെ അറിയിക്കുകയാണ്. നിങ്ങൾ എത്ര കണ്ട് വേദനിച്ചു അതിൻ്റെ ഒരു അംശം മാത്രമാണ് അവരിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുപോലും അവർക്ക് താങ്ങാൻ പറ്റുന്നില്ല. നിങ്ങളെ അപ്പോൾ അവർക്ക് മിസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതെ, നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് 3 ഓഫ് വാൻസ് കാർഡ്. അവർ നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഓപ്പർച്യൂണിറ്റിക്കായിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നു എന്നാണ് കാർഡ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി, ഫൈനലി അണ്ടർസ്റ്റാൻഡിങ് എന്നാണ് പറയുന്നത്. അവസാനം അവർ മനസ്സിലാക്കി കഴിഞ്ഞു നിങ്ങൾ ആരാണ്, നിങ്ങളുടെ സ്നേഹം എന്താണ്. നിങ്ങളാണോ തെറ്റ് ചെയ്തിട്ടുള്ളത്? അല്ല, അവരാണ് തെറ്റ് ചെയ്തിട്ടുള്ളത് എന്നവർ തിരിച്ചറിയുന്ന നിമിഷമാണ് കാണിക്കുന്നത്. അവർ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നു, നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ റൈറ്റ് ഡയറക്ഷനിലാണെന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. ഈ ഒരു ബന്ധത്തിൽ പ്രോഗ്രസ് തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഓൺ ദി വേ ആണ്. നിങ്ങളിലേക്ക് എത്തുവാൻ വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ എന്ന് യൂണിവേഴ്സ് പറയുന്നു. ഇവിടെ നിങ്ങളെന്ന വാണ്ടിനെ അവർ മുറുകെ പിടിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ എനർജിയെ, നിങ്ങളെന്ന സ്വപ്നത്തെ, നിങ്ങളെ തന്നെ തിരിച്ചു പിടിക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. നിങ്ങളെ കാണുവാനും സംസാരിക്കുവാനുമാണ് അവർ എത്ര കണ്ട് ആഗ്രഹിക്കുന്നത്. അവർ ദൂരേക്ക് നോക്കി നിൽക്കുകയാണ്. നിങ്ങളുടെ വരവിനായിട്ട്, നിങ്ങളുമായിട്ടുള്ള ഫ്യൂച്ചറിനായിട്ട് അവർ ദൂരേക്ക് നോക്കി നിൽക്കുകയാണ്. ഓപ്പർച്യൂണിറ്റിയാണ് അവർ കാണുന്നത്, അവസരമാണ് അവർ കാണുന്നത്. ഇവിടെ 10 ഓഫ് പെൻഡക്കിളാണ്, റിവേഴ്സ് ആണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി തന്നെയാണ് കാണിക്കുന്നത്. ഫിനാൻഷ്യലായിട്ട് നല്ല രീതിയിൽ സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്ന പേഴ്സൺ ആയിരുന്നു. ലക്ഷറി ലൈഫ് എന്ന് പറയില്ലേ, അങ്ങനെയാണ് അവർ ജീവിച്ചിരുന്നത്. ഇന്ന് അവരിൽ സാമ്പത്തികപരമായിട്ട് നഷ്ടത്തെയാണ് കാണിക്കുന്നത്. നെഗറ്റീവ് എനർജി അവർക്ക് ചുറ്റുമുണ്ടെന്ന് പറയുന്നു. അവരുടെ വെൽത്തിൻ്റെ കേസിലാണ് പറയുന്നത്. നെഗറ്റീവായിട്ടുള്ള എനർജി അവർക്ക് ചുറ്റുമുണ്ട്. ഇവിടെ ഫിനാൻഷ്യൽ പരമായിട്ട് ലോസ് അവരിൽ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നെഗറ്റീവായിട്ടുള്ള എനർജീസ് അവർക്ക് ചുറ്റുമുണ്ട്. ആ വ്യക്തികൾ തന്നെയാണ് ഇവരിൽ
കുറച്ചൊക്കെ ലോസ് വരുത്തിയിട്ടുള്ളത്. നിങ്ങളും അവരും സെപ്പറേഷനിലാവാനായിട്ട് കാരണക്കാർ ആരാണോ ആ വ്യക്തികൾ തന്നെയാണ് ഇന്ന് അവരിലേക്ക് ഒരു നെഗറ്റീവ് എനർജി കൊടുക്കുന്നത്, അവരിൽ ഫിനാൻഷ്യൽ പരമായിട്ട് ലോസ് വരുത്തിയിട്ടുള്ളത്. അപ്പോഴാണ് നിങ്ങളുടെ വാല്യൂ അവർ തിരിച്ചറിയുന്നത്, നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നിങ്ങളാണ് ശരി എന്ന് അവർ തിരിച്ചറിയുന്ന നിമിഷത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ടാവാം, നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവൃത്തി ശരിയല്ല, അല്ലെങ്കിൽ നിങ്ങളോടൊപ്പമുള്ള ഈ വ്യക്തികൾ ശരിയല്ല. പക്ഷേ നിങ്ങളെ മനസ്സിലാക്കാതെ നിങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് അവരുടെ വാക്കുകൾക്ക് മൂല്യം കൊടുത്ത് അവരിലേക്ക് പോയിട്ടുള്ള എനർജി ആയിട്ടാണ് അവിടെ കാണിക്കുന്നത്. ഇന്ന് അവർ തിരിച്ചറിയുന്നത് നിങ്ങളാണ് ശരിയെന്നാണ്. അപ്പോൾ ലോസ് വരുമ്പോൾ മാത്രമാണ് അവർക്ക് തിരിച്ചറിവ് വരുന്നത് നിങ്ങളാണ് ശരിയെന്ന്. അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു, യൂണിവേഴ്സ് അവരെ പഠിപ്പിച്ചു കഴിഞ്ഞു എന്നാണ് കാർഡ്സ് പറയുന്നത്. നിങ്ങളിലേക്ക് തന്നെയാണ് അവർ ഒരു പോസിറ്റീവ് എനർജി കാണുന്നത്, ഒരു ബ്ലെസ്സിങ്സ് കാണുന്നത്. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മാത്രമാണ് അവർക്ക് ഹാപ്പി ആയിട്ടുള്ള നിമിഷങ്ങൾ, ഗുഡ് ന്യൂസൊക്കെ പ്രതീക്ഷിക്കാവുന്നത്. ഇവിടെ 7 ഓഫ് പെൻഡക്കിൾ ആണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് തയ്യാറായി കഴിഞ്ഞു. അവർ അങ്ങനെ ചിന്തിക്കുമ്പോൾ മാത്രമാണ് അവരിലേക്കൊരു പോസിറ്റീവ് എനർജി വരുന്നത്. അവർക്ക് എല്ലാ രീതിയിലും സാമ്പത്തികമായിട്ട് നേട്ടം വന്നു തുടങ്ങുന്നത്. അപ്പോൾ അവർ യൂണിവേഴ്സിൽ നന്ദി പറയുന്നുണ്ട്. നിങ്ങളും യൂണിവേഴ്സിൽ നന്ദി പറയുന്നുണ്ടാവാം, ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നുണ്ടാവാം. ഏതൊരു കാര്യം നമ്മളിലേക്ക് സംഭവിക്കുന്നതിനേക്കാൾ മുന്നേ നമ്മൾ എന്ത് ചെയ്യണം? താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയണം. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഫിനാൻഷ്യൽ പരമായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് മുന്നേ ചെയ്തു വെച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഏതെങ്കിലും രീതിയിലുള്ള നിക്ഷേപങ്ങൾ വെച്ചിട്ടുണ്ടാവാം. അവിടെ നിന്നും അവർക്ക് ലാഭം വന്നു തുടങ്ങുന്നുണ്ട്. ആ ഒരു നിക്ഷേപത്തിൽ നിന്ന് അവർക്ക് ലാഭം വന്നു തുടങ്ങുന്നുണ്ട്. അതായത് നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ, നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങുന്ന ആ ഒരു നിമിഷം മാത്രമാണ് അവരിലേക്കൊരു പോസിറ്റീവ് എനർജി വരുന്നത്. അപ്പോഴാണ് അവർക്ക് നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നത്. നിങ്ങളെന്ന വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ, നിങ്ങളാണ് ശരിയെന്ന് മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് ഇവിടെ അവർക്ക് പോസിറ്റിവിറ്റി കിട്ടുന്നതെന്ന് മനസ്സിലായോ? അപ്പോഴാണ് അവർക്ക് നിങ്ങൾ എന്താണെന്ന് മനസ്സിലാകുന്നത്. നിങ്ങളാണ് സത്യസന്ധമായിട്ട് അവരെ സ്നേഹിച്ചിട്ടുള്ളത്. നിങ്ങൾ മാത്രമാണ് അവർക്ക് നല്ലത് വരണമെന്ന് പ്രാർത്ഥിച്ചിട്ടുള്ളത്. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം മാത്രമാണ് അവരിലേക്ക് ഒരു ഭാഗത്ത് ലോസ് സംഭവിക്കുന്നുണ്ട് എങ്കിൽ കൂടിയും മറുഭാഗത്ത് അവരിലേക്ക് ഒരു അബണ്ടൻസ് വരുന്നതായിട്ട് കാണിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? തെറ്റായ വ്യക്തികളെ അവർ ഒരു കൈയകലം നിർത്താനായിട്ട് ശ്രമിക്കുമ്പോൾ, നിങ്ങളെ സ്വീകരിക്കാൻ തയ്യാറാകുമ്പോഴാണ് ഇങ്ങനൊരു കാര്യം അവരിലേക്ക് സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങളെന്ന വ്യക്തിയാണ് ശരിയെന്ന് തിരിച്ചറിയുന്ന നിമിഷത്തെ ഇവിടെ കാണിക്കുന്നു. ജഡ്ജ്മെന്റ്, സെൽഫ് റിയലൈസേഷനെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇവിടെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. സ്പിരിച്വലായിട്ടുള്ള എവേക്കനിങ് ആണ് കാണിക്കുന്നത്. യൂണിവേഴ്സ് ആയിട്ട് തന്നെ സത്യം അവരെ അറിയിക്കുകയാണ്. നിങ്ങളിലെ പ്രകാശത്തെ അവരെ അറിയിക്കുകയാണ്. യൂണിവേഴ്സിൻ്റെ ആ ഒരു സ്പിരിറ്റ് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങളെന്ന വ്യക്തിയുടെ ആ പൂർണ്ണമായിട്ടുള്ള എസൻസിനെ, നിങ്ങളെന്ന വ്യക്തിയുടെ വാല്യൂ, മൂല്യത്തെ ഇവിടെ കാണിക്കുന്നു. അത് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് പോകുന്നതും. ഇവിടെ ഒരു സോൾ ഷൈനാണ് നിങ്ങളിലേക്ക് നോക്കുമ്പോൾ അവർക്ക് കാണുന്നത്. ഒരു പ്രകാശദീപ്തി, ഒരു പ്രകാശത്തെ നിങ്ങളിലേക്ക് കാണാണ്. നിങ്ങളെ ഒരുപാട് അവർക്കിന്ന് മിസ് ചെയ്യുന്നുണ്ട്, അത്രയേറെ മിസ് ചെയ്യുന്നു. ഈ ഒരു ബന്ധമെന്ന് പറയുന്നത് സോൾമേറ്റ് കണക്ഷൻ ആണെന്ന് അവർ തിരിച്ചറിയുന്ന നിമിഷത്തെയാണ് കാണിക്കുന്നത്. അവർക്ക് നിങ്ങളെ മറക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. നിങ്ങളിലേക്ക് തന്നെയാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. അത് തന്നെയാണ് ഒരു സോൾമേറ്റ് കണക്ഷനായിട്ട് ഇവിടെ ലവേഴ്സ് കാർഡ് വന്നിട്ടുള്ളത്. അവരുടെ ലൈഫിലൊരു ചോയ്സ് മാത്രമായിരുന്നു നിങ്ങൾ, ഇന്ന് അവരുടെ ലൈഫിൻ്റെ ഭാഗമാണെന്ന് അവർ തിരിച്ചറിയുന്നു. ഈ ഒരു ബന്ധത്തിൽ ഹാർമണി തന്നെയാണ് കാണിക്കുന്നത്. ഹെൽത്തി ബൗണ്ടറീസ് ആണ് കാണിക്കുന്നത്. ഫാളിംഗ് ലവ്, നിങ്ങളിലേക്ക് അവർ വന്നു കഴിഞ്ഞു. നിങ്ങളുടെ സ്നേഹത്തിൽ അവർ അത്രയേറെ ആനന്ദിക്കാൻ പോവുകയാണ്. നിങ്ങൾ ഇന്ന് നിങ്ങളുടെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി തന്നെയാണ് നിങ്ങൾ നോക്കുന്നത്. എങ്കിൽ കൂടിയും നിങ്ങളുടെ പേഴ്സൺ തെറ്റിത്തിരുത്തിക്കൊണ്ട് നിങ്ങളിലേക്ക് വരുമ്പോൾ പോസിറ്റീവ് എനർജി തന്നെയാണ് അവരിൽ സംഭവിക്കുന്നത്. ഈ ഒരു ബന്ധമെന്ന് പറയുന്നത് സോൾമേറ്റ് കണക്ഷൻ തന്നെയാണെന്ന് അവർ തിരിച്ചറിയുകയാണ്. ഇന്ന് അവരവരെ തന്നെ ട്രസ്റ്റ് ചെയ്യുകയാണ്. അവരെ ട്രസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുകയാണ്. അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള നിങ്ങളെ അവർ സ്നേഹിക്കുകയാണ്. നിങ്ങളിൽ വിശ്വാസം അർപ്പിക്കുകയാണ്. റീയൂണിയൻ തന്നെയാണ്, പോസിബിലിറ്റി തന്നെയാണ്, ഹോപ്പ് തന്നെയാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോൾ ചെയ്യുവാനും
മെസ്സേജ് ചെയ്യുവാനും നിങ്ങളെ കാണുവാനുമുള്ള എല്ലാ സാധ്യതയുമാണ് ഇവിടെ ലവേഴ്സ് കാർഡ് പറയുന്നത്. ഇതൊരു കമ്മിറ്റ്മെൻറ്റ് തന്നെയാണ്, പോസിറ്റീവായിട്ടുള്ള കാർഡ് തന്നെയാണ്. 7 ഓഫ് വാൻഡ്സ് നിങ്ങളുടെ എനർജിയാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് സ്നേഹം തരുവാനായിട്ട് കാത്തിരിക്കുമ്പോൾ, വരാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ നിങ്ങളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങൾ ആക്ഷൻ എടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ അതിനു വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് യൂണിവേഴ്സ് പറയുന്നു. നിങ്ങളുടെ സെൽഫ് എക്സ്പ്രഷനെയാണ് കാർഡ് പറയുന്നത്. നിങ്ങൾ ഒരുപാട് ഐഡിയാസ് വരുന്നുണ്ട്. നിങ്ങളുടെ ലൈഫ് പ്രോഗ്രസ്സിൽ വരാനായിട്ട് നിങ്ങൾ ഒരുപാട് ഐഡിയാസ് കൊണ്ടുവരുന്നുണ്ടെന്ന് യൂണിവേഴ്സ് പറയുന്നു. ഈ ഒരു വർഷം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പ്രതിജ്ഞ ചെയ്തിരിക്കണം. ഇന്ന കാര്യങ്ങൾ ഞാൻ നേടും, ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും. അങ്ങനെ മുന്നോട്ട് നോക്കുന്ന, അങ്ങനെ മുന്നോട്ട് ഫോക്കസ് ചെയ്യുന്ന നിങ്ങളുടെ എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങൾ സൈലൻ്റ് ആയിട്ടിരുന്നു. കഴിഞ്ഞൊരു വർഷം എന്ന് പറയുന്നത് വേദനയും നിങ്ങൾക്ക് എല്ലാം കൊണ്ടും ഒരു ബാഡ് ടൈം പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ ഒരു വർഷം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നേടാനുണ്ട്, ഒരുപാട് ആഗ്രഹങ്ങൾ സാധിക്കാനുണ്ട്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാണ്, നിങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിക്കുകയാണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ ഡിസേർവിങ് ആണെന്ന് പറയുന്നു. നിങ്ങൾ അർഹനാണ് അല്ലെങ്കിൽ അർഹയാണ് നിങ്ങളുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ, നിങ്ങളുടെ സക്സസ്സിലേക്ക് എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യൂ എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ ലോകം കാണാൻ പോവാണ്. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള സ്നേഹ നിമിഷത്തിൽ ആ ഒരു ലോകത്തെ, ആ ഒരു വേൾഡിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ, ആ ഒരു സ്നേഹത്തെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇന്ന് നിങ്ങളിലേക്ക് സാധ്യതകൾ വരുമ്പോൾ, ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ, നിങ്ങൾ നിങ്ങളുടെ ലോകത്തെ കാണാൻ പോവുകയാണ്, നിങ്ങളുടെ ഫ്യൂച്ചറിനെ കാണാൻ പോവുകയാണ്. യൂണിവേഴ്സ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൈറ്റ് ഫ്യൂച്ചറാണ്, ബ്രൈറ്റ് ലൈഫാണ്. ഇവിടെ സെൽഫ് ലവ് തന്നെയാണ് ചെയ്യേണ്ടത്, സെൽഫ് എക്സ്പ്രഷൻ തന്നെയാണ് വേണ്ടത്. അങ്ങനെയെങ്കിൽ മാത്രമേ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന എന്തൊരു കാര്യമാണെങ്കിലും നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആവൂ. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് അത്രമേൽ ആഗ്രഹത്തോടു കൂടി സെൽഫ് ലവ് ചെയ്തുകൊണ്ട്, യൂണിവേഴ്സിനോട് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ട് നമ്മളിലേക്ക് സ്വീകരിക്കുക. ആ സ്വീകരിച്ചതിന് എന്ത് പറയണം? താങ്ക് യു യൂണിവേഴ്സ്. എൻ്റെ ഈ ആഗ്രഹം സാധിപ്പിച്ചു തന്നതിന് താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങൾ പറഞ്ഞു നോക്കൂ. അങ്ങനെ നിങ്ങളുടെ ഓരോരോ ആഗ്രഹങ്ങളായിട്ട് സാധിച്ചു കിട്ടിയതായിട്ട് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തോട് നന്ദി പറയുന്നവർക്ക് ഈ ഒരു വർഷം എന്ന് പറയുന്നത് ഒരുപാട് ലാഭങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്ന വർഷം തന്നെയാണ്. ഒത്തിരി പേർക്ക് മാറ്റം വന്നിട്ടുണ്ട്. ന്യൂ ഇയറിൻ്റെ അന്ന് എനിക്ക് ഒത്തിരി മെസ്സേജ് വന്നിട്ടുണ്ട്. ഒരുപാട് പേർക്ക് അവരുടെ പേഴ്സൺ അവരെ കാണാൻ വന്നിട്ടുണ്ട്, സംസാരിക്കാനുള്ള അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. വരില്ല എന്ന് വിചാരിച്ച വ്യക്തികൾ പോലും അവരെ കാണുവാൻ വരുവാനും സംസാരിക്കുവാനും ഒരുപാട് അവർ താങ്ക്സ് പറഞ്ഞുകൊണ്ട് വളരെയേറെ സന്തോഷമായി ഒത്തിരി പേര്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഈ ജനറൽ റീഡിംഗ് കണ്ടിട്ട് പോലും ഒത്തിരി പേർക്ക് കാര്യങ്ങൾ സാധിക്കുന്നുണ്ടെങ്കിൽ പേഴ്സണൽ റീഡിംഗ് എടുത്തു നോക്കൂ. നിങ്ങളുടെ കറക്റ്റായുള്ള കാര്യം പറഞ്ഞു തരാം. അതിലെന്താണ് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് വന്നിട്ടുള്ള ബ്ലോക്ക് എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രയേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. മാറ്റം വരുന്നുണ്ട്, ഒത്തിരി പേർക്ക് മാറ്റം വരുന്നുണ്ട്. ഇവിടെ എൻ്റെ ഒരു കഴിവ് എന്നല്ല ഞാൻ പറയുന്നേ, യൂണിവേഴ്സിൻ്റെ പ്രപഞ്ചശക്തി നിങ്ങളിലേക്ക് തരുന്ന ഒരു പോസിറ്റീവ് എനർജിയാണ്, നിങ്ങളുടെ പ്രയേഴ്സാണ്. നിങ്ങൾക്ക് ഒരു ബ്ലോക്ക് എനർജി ഉണ്ടെങ്കിൽ, ഒരു നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അതെങ്ങനെ മാറ്റാമെന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. അതെങ്ങനെ മാറ്റിക്കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നേടിയെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നേടിയെടുത്തവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞേ. ഒത്തിരി പേർക്ക് മാറ്റം വന്നിട്ടുണ്ട്, ഒത്തിരി പേര്. കൂടുതലായിട്ട് റീഡിങ് ഞാൻ എടുക്കുന്നില്ല ഇന്ന്. കാരണം വെച്ച് കഴിഞ്ഞാൽ ന്യൂ ഇയർ എന്ന് പറയുന്ന ഈ ഒരു പുതിയ വർഷത്തിൽ എനിക്കും ഒരുപാട് കാര്യങ്ങളാണ് സാധിച്ചു കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാനും കുറച്ച് തിരക്കിലാണ്. 2-3 ദിവസമായിട്ട് ഭയങ്കര തിരക്കാണ്. കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് വേറെ കാർഡ്സ് എടുക്കുന്നില്ല. നാളെ ഫുൾ മൂണാണ്. ഫുൾ മൂണിന് ശേഷം നമ്മൾ കുറച്ചും കൂടി ആക്റ്റീവായിട്ട് കുറച്ചും കൂടി കാർഡ്സൊക്കെ വെച്ച് ഓരോക്കൾ ഡെക്കൊക്കെ വെച്ച് ടൈം കാർഡൊക്കെ നോക്കി നമ്മൾ റീഡിങ് എടുക്കുന്നതാണ്. അതുവരയ്ക്കും ഒരു 2 ഡേയ്സ് ഈ റീഡിംഗ് ആയിട്ട് പോവാം. അപ്പോൾ റീഡിംഗ് ഞാൻ നിർത്തുകയാണ്. റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള റീഡിംഗ് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.